ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ കാര്യമാണ്, എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സിമ്പിൾ കാര്യമല്ല. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ റിസൾട്ട്സ്, അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം മുൻകൂട്ടി. ഓക്കെ, നമ്മളൊരു പക്ഷേ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സെയിം ഡേ, ഇന്നത്തെ ദിവസം ഇന്ന കമ്പനി റിലീസായി, അവരുടെ റിസൾട്ട് റിലീസായി, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ സെയിം ഡേ തന്നെയായിരിക്കും അറിയുക. ഒരു പക്ഷേ സെയിം ഡേ അറിയണമെന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ ഇന്ന കമ്പനിയുടെ ഇത് ഭയങ്കര ഹൈ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, ആൻഡ് അപ്പോഴായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന് അതിൻ്റെ റിസൾട്ടായിരുന്നു. സോ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായിപ്പോയി. ഓക്കെ, സോ അതെല്ലാം ഒഴിവാക്കാവുന്ന ഒരു സിമ്പിൾ കാര്യം. ഇത് എക്സ്പേർട്സിനല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു സിമ്പിൾ ആൻഡ് വെരി സിമ്പിൾ കാര്യമാണ്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് NSE വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം കോർപ്പറേറ്റ്സിൽ പോവാം. കോർപ്പറേറ്റ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കലണ്ടർ കാണാം. ഓക്കെ, റിസൾട്ട് കലണ്ടർ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നോക്കണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നോക്കാം. ഇവിടെ കമ്പനി സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടും. ഇതൊക്കെ നമുക്ക് റിസൾട്ട് വരാൻ കിടക്കുന്ന കമ്പനികളാണ്. അതായത് 26-ന്, ഓക്കെ, 26-ന് ഇവിടെ കണ്ട റൈറ്റ് സൈഡിൽ 26-ന് അനൗൺസ് ചെയ്യാനിരിക്കുന്നതാണ് ഫിനാൻഷ്യൽ. അവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടാവും, അതിനോടൊപ്പം അത് അനൗൺസ്മെൻറ്റും ഉണ്ടാവും. സോ 26-ന് അനൗൺസ് ചെയ്യാനിരിക്കുന്ന കമ്പനീസുകളുടെ ലിസ്റ്റാണ് ഇതെല്ലാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് M&Mൻ്റെ വരുന്നുണ്ട്, ആൻഡ് SBI ലൈഫിൻ്റെ വരുന്നുണ്ട്. ആൻഡ് അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജിൽ ഇതെല്ലാം 26th, അതായത് നാളെ വരാൻ 26 വരെയുള്ള, ബാക്കിയുള്ള 27-നാണ് ഈ കമ്പനീസൊക്കെ. സോ യു ക്യാൻ ചെക്ക് 1 by 1 അങ്ങനെയായിട്ട്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്കൊരു വേറൊരു കമ്പനിയുടെ ലൈക്ക് റിലയൻസിൻ്റെ സ്റ്റോക്ക് അടിച്ചു നോക്കണമെങ്കിൽ ഇവിടെ സിമ്പിൾ അടിച്ചു കൊടുക്കുക ആൻഡ് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇതിൽ കിട്ടും. ഓക്കെ, സോ അടുത്ത ആഴ്ച ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നല്ല കമ്പനീസിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നുണ്ട്. സോ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. സാധാരണ നല്ല റിസൾട്ട് വന്നാലും പൊട്ട റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിലും പൊട്ട റിസൾട്ടല്ല, മീൻസ് റിസൾട്ട് നല്ലതാണെങ്കിലും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ട് അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും സ്റ്റഡി ആയിട്ട് വരാനാണ് സാധ്യത. സോ ഡോക്ടർ റെഡ്ഡിയുടെ 28-നാണ് അനൗൺസ്മെൻറ്റ് വരുന്നത് മെയിനായിട്ട്. ആൻഡ് വാട്ട് എൽസ്, ബിഗ് വൺ V-Guardൻ്റെ ഉണ്ട്. V-Guard ഈസ് 28th. L&Tൻ്റെ വരാനുണ്ട് 28th October. ആൻഡ് യൂണിടെക് ഉണ്ട്. യൂണിടെക് 28th തന്നെയാണ്. ഇപ്പോൾ ഇത് ഡിവിഡൻ്റാണ് കേട്ടോ. ഇത് ഫിനാൻഷ്യൽ റിസൾട്ട്സും ഉണ്ട്, ഞാൻ ഡിവിഡൻറ്റ് അനൗൺസ്മെൻറ്റും ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, എന്തായാലും രണ്ടും മാർക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന അത് തന്നെയാണ്. ആൻഡ് വാട്ട് എൽസ് മെയിനായിട്ടുള്ളത് വരുന്നത്, പിന്നെ ടാറ്റ കോഫി. ഓക്കെ, നെക്സ്റ്റ് ഈസ് SIB സെക്യൂരിറ്റി അല്ല, അത് വേണ്ട. TVS മോട്ടോഴ്സ് വരുന്ന 29th-നാണ്. ആൻഡ് മാരുതി വരാനുണ്ട്. മാരുതി ഫിനാൻഷ്യൽ റിസൾട്ട് തന്നെയാണ് 29th-ന്. ആൻഡ് കനറ ബാങ്കിൻ്റെ ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ 29th October. ആൻഡ് നെക്സ്റ്റ് ഈസ് ലോറസ് ലാബിൻ്റെയും ഫിനാൻഷ്യൽ റിസൾട്ട്സും ഡിവിഡൻറ്റുമാണ് 29th-നാണ്. ബിഗ് ബോയിനെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോയ് റിലയൻസിൻ്റെ വരാൻ കിടക്കുന്നുണ്ട് ഫിനാൻഷ്യൽ റിസൾട്ട്. അത് 30th ഫ്രൈഡേ ആണ് വരാൻ കിടക്കുന്നത്.
അത് ഓൾവേസ് ഒരു 2 മണിക്ക് ശേഷമാണ് അതിൻ്റെ സാധാരണ റിസൾട്ട്. സോ അതിൻ്റെ ഒരു എഫക്റ്റ് വിൽ ബി മൺഡേ മോർണിംഗിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. സോ ഗൈസ്, ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്ന ഒരു രീതി. ഇത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, സോ എക്സ്പേർട്സിനല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, hit the like button, share it, and happy trading. Take care.